മന്ത്രി മുരളീധരനെ ഇരുത്തിയങ്ങ് അപമാനിച്ചു. ഇന്ന് അയ്യങ്കാളി ജന്മദിനമാണല്ലോ. സർക്കാർ തലത്തിൽ ഇന്ന് അയ്യങ്കാളിയുടെ ജന്മദിന ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള അയ്യങ്കാളി പ്രതിമയിൽ മന്ത്രി മുരളീധരനടക്കം പുഷ്പാർച്ചന നടത്തി. അതിനുശേഷമായിരുന്നു പൊതുയോഗം. ആ പൊതുയോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷാണ് പ്രസംഗിച്ചത്. മന്ത്രി പി സി വിശ്വനാഥുണ്ട്, സാംസ്കാരിക മന്ത്രി. പട്ടികജാതി പട്ടികവർഗ ചുമതലയുള്ള മന്ത്രി തുളസിയുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രി കെ മുരളീധരനുണ്ട്. അങ്ങനെ മന്ത്രിമാരുടെയും നീണ്ട നിര, വലിയ സദസ്സ്. ആ സദസ്സിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഒരു കാര്യം പറഞ്ഞു. ഇതുവരെയും 5 ദേവസ്വം ബോർഡാണല്ലോ കേരളത്തിലുള്ളത്. ഇന്ന് വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ഈ 5 ദേവസ്വങ്ങളിലെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു പട്ടികജാതി പട്ടികവർഗക്കാരൻ വന്നിട്ടില്ല. ഒരു ദളിത് പ്രാതിനിധ്യം അവിടെ ഉണ്ടായിട്ടില്ല. പലരും പറയും ദളിത് പ്രാതിനിധ്യം ഇപ്പോൾ ഉണ്ടാകും, പ്രസിഡന്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നതല്ലാതെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ടേമിലെങ്കിലും ഒരു പട്ടികജാതി പട്ടികവർഗക്കാരനെ ദേവസ്വം ബോർഡ് ചെയർമാനായി നിയമിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അതും ആരുടെ മുന്നിൽ വെച്ച്? ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ മുന്നിൽ വെച്ച്. കെ മുരളീധരൻ പെട്ടില്ലേ? എന്താണ് മറുപടി പറയാനുള്ളത്? അപ്പോ കൊടിക്കുന്നിൽ സുരേഷ് മറ്റ് ചില ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. മണ്ണന്തലയിൽ IAS അക്കാദമി, ദളിതർക്കായുള്ള IAS അക്കാദമി അടച്ചുപൂട്ടിയത് പുനഃപരിശോധിക്കണം. അയ്യങ്കാളി പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. അയ്യങ്കാളിയുടെ ജീവചരിത്രം ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണം, അച്ചടിക്കണം, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണം, സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തണം. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു കെ മുരളീധരന്റെ തലയിൽ ഒരു ഇടുത്തി എന്ന പോലെ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. 5 ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, അതിലെ ഏതെങ്കിലും ഒന്നിന്റെയെങ്കിലും ഒരു പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി മാറ്റിവെക്കുക. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതേ ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞു. ശ്രീ വെള്ള ഈശ്വരനെ, അദ്ദേഹത്തിന്റെ പിതാവ് കെ കരുണാകരൻ വെള്ള ഈശ്വരനെ മുൻ മന്ത്രി ഹരിജനക്ഷേമ മന്ത്രിയെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അതിനുശേഷം അടുത്ത കാലത്ത് ഇടതുപക്ഷ മന്ത്രി സഭയിലാണ് ഒരു മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ വിഭാഗത്തിലുള്ള മന്ത്രി ഉണ്ടായത്. പക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ 5 ദേവസ്വം ബോർഡുകൾ നമുക്കുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, കൂടൽമാണിക്യം, അവിടെയെല്ലാം മരുന്നിന് ഒരാളെ ആണ് ദേവസ്വം ബോർഡ് വെക്കുക. എന്തുകൊണ്ട് ഈ 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു പട്ടികജാതിക്കാരന് കൊടുത്തുകൂടാ? ഒരു ടൈമെങ്കിലും കൊടുക്കണ്ടേ? അത് ഞങ്ങളുടെ അവകാശമല്ലേ? അത് ആരുടെ ഔദാര്യമല്ല, അത് ഞങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രി കൂടി ഈ ചടങ്ങിൽ ഇരിക്കുന്ന ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു, മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തിൽ ഞാൻ പറയുന്നു, എല്ലാത്തിനും മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ യുഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന VD സതീശൻ ഗവൺമെന്റ് തീർച്ചയായും ചരിത്രം തിരുത്തി എഴുതണം. ഞങ്ങൾക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ 5 ദേവസ്വം ബോർഡിൽ എവിടെയെങ്കിലും ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു ടൈമെങ്കിലും എല്ലാ കാലത്തും വേണം. ഞങ്ങൾ പറയുന്നില്ല, ആ പദവിയിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട്. അത് പരിഗണിക്കണം എന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, KPCC അധ്യക്ഷനടക്കമുള്ളവരെ തീരുമാനിച്ചിട്ടില്ല. ബോർഡ് കോർപ്പറേഷൻ അടക്കമുള്ള ചെയർമാൻമാരെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല, UDF തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം കൂടിയാണ് ഇത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഏതെല്ലാം ബോർഡിൽ, ഖാദി ബോർഡ് അടക്കമുള്ളവയിൽ ഒരിടത്ത് പോലും ഇതുവരെയും അധ്യക്ഷ പദവിയിലേക്ക് ആൾക്കാരെ നിയമിച്ചിട്ടില്ല. അത് വീതമെപ്പാണല്ലോ, കോർപ്പറേഷൻ ആയാലും ബോർഡായാലും. മാത്രമല്ല KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയായി. അപ്പോൾ ആ KPCC അധ്യക്ഷനെ പോലും തിരഞ്ഞെടുത്തില്ല. അപ്പോൾ ഇത് രണ്ടും, ബോർഡ് കോർപ്പറേഷൻ ആർക്കൊക്കെയാണ് എന്നുള്ള കാര്യം, KPCC അധ്യക്ഷൻ ആരാകുമെന്നുള്ള കാര്യം ഇത് ഉടൻ തന്നെ തീരുമാനിക്കും. നാളെ എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഇതാ വരുന്നു തീരുമാനം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ഇതുവരെയും കോൺഗ്രസിനുള്ളിൽ ഒരു തീരുമാനമായിട്ടില്ല. KPCC പ്രസിഡന്റ് ആയാലും ബോർഡ് കോർപ്പറേഷൻ പ്രസിഡന്റ് ആയാലും ആരാകണം എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ തീരുമാനം ഉണ്ടാകാതെ ഇരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ കൂടിയാണ്
ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കൽ എന്നത് നിർണായകമാണ്. മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ പിന്നീട് മാധ്യമപ്രവർത്തകർ കെ മുരളീധരനോട് ചോദിച്ചു, കൊടിക്കുന്നിൽ സുരേഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഒരാളെ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് ചെയർമാൻ ആക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്താണ് അങ്ങയുടെ മറുപടി എന്ന് ചോദിച്ചപ്പോൾ അത് ആലോചിക്കാം, ഇനി ഒരു വർഷം കൂടി ഉണ്ടല്ലോ, അതേപോലെ തന്നെ അദ്ദേഹം സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ് എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനും നിശ്ചിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. ഇനി ഒരു കൊല്ലത്തേക്ക് ഇപ്പോഴത്തെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് തന്നെ കണ്ടിന്യൂ, അതിനിടയ്ക്ക് നമുക്ക് ആലോചിക്കാൻ സമയമുണ്ട്. അല്ല, പിന്നെ അതൊരു സീനിയർ നേതാവ് കൂടിയാണല്ലോ, അതുകൊണ്ട് അധികം പറയുന്നതിനെ അങ്ങനെ തള്ളാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. ഏതായാലും നമുക്ക് ആലോചിക്കാം, ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ എല്ലാ ചെയർമാന്മാരും സ്റ്റാറ്റ്യൂട്ടറി ഇതനുസരിച്ച് ഒരു കൊല്ലത്തിൽ കൊച്ചി ദേവസ്വം മാത്രമാണ് 8 മാസമുള്ളത്, ബാക്കിയെല്ലാം ഒരു കൊല്ലത്തിൽ മേലെയുണ്ട്. കൊടിക്കുന്നിലിൻ്റെ ഒരു കാര്യം ഞാൻ തള്ളിക്കളയാറില്ലല്ലോ. ചുരുക്കത്തിൽ മന്ത്രി മുരളീധരനെ അങ്ങ് അപമാനിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിലവിൽ 4 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം 1 വർഷത്തേക്ക് മാത്രമാണ്. 1 വർഷം കഴിയുമ്പോൾ ആ കാലാവധി അവസാനിക്കും. കൊച്ചി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മാത്രം 8 മാസം കഴിയുമ്പോൾ ആ പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം കൂടി പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് മനസ്സിൽ കണ്ടിരിക്കണം. ഈ KPCC അധ്യക്ഷ സ്ഥാനവും അതേപോലെ തന്നെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനത്തിനും പുറമെ ഇങ്ങനെ ഒരു കാര്യം കൂടി കൊടിക്കുന്നിൽ സുരേഷ് ഓർത്ത് കാണണം. അങ്ങനെ ഒരു ട്രാപ്പ് കൂടി അദ്ദേഹം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായൊരു മറുപടി പറയാൻ കെ മുരളീധരന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ ഇനി വരുന്ന ഈ ബോർഡ് കോർപ്പറേഷൻ നിയമനത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതുപോലെ ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു അധ്യക്ഷനായി ചെയർമാനായി ഒരു ദളിത് പ്രാതിനിധ്യം ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ കുറ്റം ആർക്ക് വരും? മന്ത്രി മുരളീധരന് മേൽ വരും. കാരണം ഇപ്പോൾ തന്നെ പരസ്യമായി അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞു, കൊടിക്കുന്നിൽ സുരേഷ് ഉന്നയിച്ചു കഴിഞ്ഞു, അത് അംഗീകരിച്ചില്ല എങ്കിൽ ദളിതരെ അവഗണിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പുറമെ വരില്ലേ, മറ്റ് പാർട്ടിക്കാർ പറയില്ലേ? അന്ന് കൊടിക്കുന്നിൽ സുരേഷ് ഒരേ പാർട്ടിക്കാരാണല്ലോ രണ്ടുപേരും, മുരളീധരനും കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ്സുകാരാണല്ലോ. അപ്പോൾ അന്ന് ഈ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ ഒരു കാര്യം മുരളീധരൻ അവഗണിച്ചു. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഒരിക്കൽ പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു മേഖലയാണ് ഈ ദേവസ്വം ബോർഡ് ചെയർമാൻ എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടില്ലേ? അപ്പോൾ ഇവിടെ കുരുക്കിലായിരിക്കുന്ന ആരാണ്? മന്ത്രി കെ മുരളീധരനാണ്. അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ തീരുമാനിക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ ആവശ്യം മന്ത്രി മുരളീധരൻ പാലിക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.